നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് സെക്ഷനിലെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ആണ്. അപ്പോൾ ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ 7 ഫോർമുലാസ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആ 7 ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുക, ഏത് ഫോർമുല ആണെന്ന് മനസ്സിലാക്കുക, നമ്മളത് അപ്ലൈ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ് അല്ലേ. നമ്മൾ ഒരുപാട് സോൾവ് ചെയ്യണം, ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യണം. ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അന്നേരം ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അന്നേരം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മളൊരു 7 ഫോർമുല പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അന്നേരം നിങ്ങൾക്ക് 7 ഫോർമുല, ആ 7 ഫോർമുല നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ കാണാം. നിങ്ങൾക്ക് ഓർത്തെടുക്കാമല്ലോ. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതുപോലെ തന്നെ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. പിന്നെന്താണ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അങ്ങനെ ഒരു 7 ഫോർമുല നിങ്ങൾക്ക് കാണും. അന്നേരം ഇതിൽ 7 ഏതെങ്കിലും ഒരു ഫോർമുലാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ഓരോ വാല്യൂസിന്, ഇവിടെ 2 വാല്യൂസേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൽ അല്ലേ. ഒന്ന് എന്ന് പറയുന്നത് എത്രയാണ്? 625. ഒന്നാമത്തത് 625, രണ്ടാമത്തത് എത്രയാണ്? 441. അന്നേരം നമ്മൾ ഈ 625നെ നമ്മൾ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 625നെ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 441നെ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം നമുക്ക് എങ്ങനെ കിട്ടും? എ ഇൻറ്റു എ ഇൻറ്റു എ ക്യൂബ്, a into a into a cube. അന്നേരം a cube പ്ലസ് 441 into 3 ടൈംസ് ആണ് വരുന്നത് അല്ലേ 441. അന്നേരം എന്ത് എഴുതാം? b ക്യൂബ് എന്ന് എഴുതാം. a ക്യൂബ് പ്ലസ് b ക്യൂബ് എന്ന് നമുക്ക് എഴുതാം. അന്നേരം a എന്ത് വിളിച്ചു? 625 എന്ന് വിളിച്ചു. b യെ നമ്മൾ എന്ത് വിളിച്ചു? 441 എന്ന് വിളിച്ചു. അന്നേരം a ക്യൂബ് പ്ലസ് b ക്യൂബ്. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റി. ഇനി താഴെ ഡിവൈഡഡ് ബൈ എങ്ങനെയാണ് വന്നേക്കുന്നത്? 625 into 625. അന്നേരം എന്താണ്? a സ്ക്വയർ മൈനസ് പിന്നെന്താണ് വന്നേക്കുന്നത്? 625 into 441, a into b. പിന്നെന്താണ് വന്നേക്കുന്നത്? 441 സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ സൈഡിലുള്ള ഫോർമുല ഒന്നുകൂടെ ശ്രദ്ധിക്കാം. a ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു a സ്ക്വയർ മൈനസ് ab പ്ലസ് ബി സ്ക്വയർ. ആ ഫോർമുല ആണ് കിടക്കുന്നത്. a ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ab പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു a പ്ലസ് ബി. അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടും? a പ്ലസ് ബി എന്ന് നമുക്ക് കിട്ടും. a പ്ലസ് ബി എന്ന് നമുക്ക് കിട്ടും. അന്നേരം a എത്രയാണ്? 441 ആണ്. 625 ആണ്. ബി എത്രയാണ്? 441 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് ഇത്രേ ഉള്ളൂ ചെയ്യാൻ. നമ്മൾ 7 ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. നമ്മൾ അത് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുകയാണോ ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഏത് ഫോമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. നേരെ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. a പ്ലസ് 1 ബൈ a 4 ആണെങ്കിൽ a സ്ക്വയർ പ്ലസ് 1 ബൈ a സ്ക്വയർ എന്തായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ആ ഫോർമുല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. a പ്ലസ് 1 ബൈ a 4 ആണ് നിന്നിട്ടുണ്ട്. അന്നേരം a പ്ലസ് 1 ബൈ a ദ ഹോൾ സ്ക്വയർ, a പ്ലസ് 1 ബൈ a ദ ഹോൾ സ്ക്വയർ നമ്മൾ ഡയറക്റ്റ് എഴുതാം. a സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു 1 ബൈ a, 2 ഇൻറ്റു a ഇൻറ്റു 1 ബൈ a, അത് നമുക്ക് 2 എന്ന് കിട്ടും. പ്ലസ് 1 ബൈ a ദ ഹോൾ സ്ക്വയർ, 1 ബൈ a സ്ക്വയർ.
ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്തതല്ലേ, അതായത് ഇവിടെയും സ്ക്വയർ ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. നമുക്ക് കണ്ടെത്തേണ്ട വാല്യൂ എന്താണ്? എ സ്ക്വയർ പ്ലസ് 1/a² ആണ്. ഇവിടെ a സ്ക്വയർ പ്ലസ് 1/a² ഉണ്ട്. അതിന്റെ വാല്യൂ കണ്ട് എത്തണമെങ്കിൽ ഈ 2നെ നമ്മൾ ഏത് സൈഡിലേക്ക് കൊണ്ടുപോവാ? ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാ. അന്നേരം a സ്ക്വയർ പ്ലസ് 1/a² ഇസ് ഈക്വൽ ടു 14 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത്രേ ഉള്ളൂ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇതാണ് 101² മൈനസ് 99². ഇത് നമ്മൾ സ്ക്വയർ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, നമുക്കത് ഡയറക്റ്റ് ആയിട്ട് കണ്ടെത്താം. ഇതെന്താണ്? a സ്ക്വയർ മൈനസ് b² എന്ന ഫോമിൽ കിടക്കാണ്. അന്നേരം എന്തായിരിക്കും? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. അന്നേരം എന്താണ്? a പ്ലസ് ബി 101 പ്ലസ് 99 ഇൻറ്റു a മൈനസ് ബി 101 മൈനസ് 99 2 കിട്ടും. ഇവിടെ 200 ഇൻറ്റു 2 400 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത്രേ ഉള്ളൂ, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക? 7 ഫോർമുലാസ് ഡയറക്റ്റ് ആയിട്ട് പഠിക്കുക. ആ 7 ഫോർമുലാസിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കിട്ടുക.